പ്രകമ്പനം ഇന്നലെയാണ് ഈ സിനിമ കണ്ടത്. അതായത് ശനിയാഴ്ച. വെള്ളിയാഴ്ച റിലീസായ സിനിമയാണ്. പക്ഷെ എന്തോ ഇതിന്റെ ഈ സിനിമയ്ക്ക് കിട്ടിയ തിയേറ്റേഴ്സ് കുറവാണെന്ന് തോന്നുന്നു. ആലപ്പുഴയിൽ തന്നെ നമ്മളെപ്പോഴും സിനിമ കാണാൻ പോകുന്ന പാൻ സിനിമാസിൽ സ്ക്രീൻ 1 മാത്രമാണ് ഈ സിനിമ ഉണ്ടായിരുന്നത്. അതും സ്ക്രീൻ 1 എന്ന് പറയുമ്പോൾ ഡോൾബി അറ്റ്മോസ് അല്ല, 4Kയും ഇല്ലെന്ന് തോന്നുന്നു. അപ്പം അവിടെയുള്ളൊരു ചെറിയ സ്ക്രീൻസ് ആണ് സ്ക്രീൻ 1ഉം 2, 3 ആണ് ഇവിടെയുള്ള ഏറ്റവും വലിയ സ്ക്രീൻ. മാത്രമല്ല ഇതിന്റെ പ്രൊമോഷൻസും വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല. അവിടെ ഇവിടെ ആയിട്ടൊക്കെ ചെറിയ പ്രൊമോഷൻസ് കാണുന്നുള്ളതല്ലാതെ വലിയ കാര്യമായിട്ടും കണ്ടില്ല. പക്ഷേ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന സിനിമയായിരുന്നു. വിജേഷ് പാണത്തൂരാണ് ഈ സിനിമ ഡയറക്ടർ. ബിബിൻ അശോകാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ പാട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശങ്കർ ശർമ്മയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൃത്യം ആപ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും മേക്കപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നടൻ കലാഭവൻ നവാസ്, അദ്ദേഹത്തിന്റെ അവസാനമായിട്ട് ഇറങ്ങിയിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയിൽ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്ന മറ്റാരാണ്. ഇതിനകത്തുള്ള മറ്റ് ലീഡ് ആക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഗണപതി ഇതിനകത്തൊരു മെയിൻ ലീഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സാഗർ സൂര്യ നിങ്ങൾക്കറിയാം. എന്തുട്ട ഗിരിയേട്ടന്റെ സെറ്റപ്പ്. പണിയിലെ മെയിൻ വില്ലൻ, പുള്ളിയും ഇതിനകത്തൊരു മെയിൻ ലീഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അമീൻ, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അമീൻ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് എവിടേക്കോ നമ്മുടെ കഴിഞ്ഞൊരു ഹോസ്റ്റൽ ലൈഫൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ആദ്യം കുറച്ച് സീനുകളൊക്കെ ആ ഒരു രീതിയിലുണ്ട്. കാരണം നമ്മൾ പല കോളേജ് സ്റ്റോറീസും കാണുമ്പോൾ അതിനകത്ത് എപ്പോഴും 3 ബോയ്സ് ആയിരിക്കും ഒരു ഗ്യാങ് ആയിട്ട് വരുന്നത്. ഞാനും പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ എഴുതിയപ്പോഴും ഇതുപോലെ 3 ഫ്രണ്ട്സിന്റെ കഥയായിട്ടാണ് വന്നത്. അപ്പം ഈ ഫ്രണ്ട്സിന്റെ കഥയൊക്കെ, പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ കഥയൊക്കെ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ അതിനകത്ത് 3 ഫ്രണ്ട്സിനെയാണ് കോമൺ ആയിട്ട് കാണാറുള്ളത്. കൂതറ എടുക്കുകയാണ്, അതിനകത്തുണ്ട് കൂപ്രിൻ, തരുൺ, റാം എന്ന് പറഞ്ഞാൽ അവിടെയും 3. അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഇവര് 3 പേരുമാണ് ഇതിനകത്ത് 3 അടുത്ത കൂട്ടുകാരാണ്. ഹോസ്റ്റൽ മേറ്റ്സ് ആണ്, കോളേജ് മേറ്റ്സ് ആണ്. ഒരു റൂമിലാണ് ഇവർ താമസിക്കുന്നത്. പിന്നെ ഉള്ളൊരു ഫീമെയിൽ ലീഡ് എന്ന് പറയുന്നത് ശീതൾ ജോസഫാണ്. ശീതൾ ജോസഫിനെ നിങ്ങൾക്കറിയാം, ബബ്ലിംഗ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വള സിനിമയിൽ ലുക്മാന്റെ പേരായിട്ട് വരുന്ന ആ കുട്ടി. അപ്പം ഇത്രയാണ് ഇതിന്റെ മെയിൻ ഒരു ലീഡ് കാസ്റ്റുകൾ വരുന്നത്. പിന്നീട് ഒരുപാട് താരങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. കലാഭവൻ നവാസ് ഉണ്ട്, അതുപോലെ തന്നെ അസീസ് ഉണ്ട്, മല്ലിക സുകുമാരനുണ്ട്. പക്ഷെ പുള്ളിക്കാരിയൊന്നും ഒരു പ്രൊമോഷൻസിലൊന്നും മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് റോളാണ് മല്ലിക സുകുമാരൻ ചെയ്തിരിക്കുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അലക്സാണ്ടർ ഉണ്ട്, പുരുഷ പ്രയോഗത്തിലെ ലീഡ്. പുള്ളിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാ സിനിമയിലും ഒരു ടിപ്പിക്കൽ ചൊറിയനായിട്ടാണ് പുള്ളി അഭിനയിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ മമ്മൂക്കയുടെ ഗ്രേറ്റ് ഫാദറിനകത്തുണ്ട്. ഈ പെൺഡ്രൈവ് കളഞ്ഞേക്ക് വേറെ വാങ്ങിച്ചോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറെ സിനിമകളുണ്ട്. പുള്ളി എല്ലാത്തിനകത്ത് ഒരു ചൊറിയൻ ക്യാരക്ടറാണ്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരു ചൊറിയൻ ക്യാരക്ടർ അല്ല. ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടറാണ്. ഇതിനകത്ത് ഹോസ്റ്റൽ വാർഡൻ ആയിട്ടാണ് പുള്ളി. പിന്നുള്ള മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് മരണമാസ സിനിമയിലെ സൈക്കോ കില്ലർ ഉണ്ടല്ലോ, മെലിഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ. ആ പുള്ളിക്കാരൻ വലിയൊരു റോളിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ട്രിവാൻഡ്രം ബെൽറ്റിലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്, റീൽസ് ഒക്കെ ഇടുന്നത്, മുടിയൊക്കെ വളർത്തിയിട്ട് ഉള്ളൊരു പുള്ളിക്കാരൻ. പുള്ളിയുടെ പേര് എനിക്ക് അത്രയും കിട്ടുന്നില്ല. അപ്പൊ ആ പുള്ളിയും ഇതേപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥിയായിട്ട് തന്നെയാണ്. പക്ഷെ ഓപ്പോസിറ്റ് ഗ്യാങ് ആണ്. 2 ഗ്യാങ് പോലാണ്, 2 പാർട്ടിക്കാരാണ്. ഒന്ന് SFK ആണെങ്കിൽ മറ്റൊന്ന് KSQ എന്ന് പറയുന്നത്. അങ്ങനെ 2 പാർട്ടിയിലായിട്ടാണ്. അങ്ങനെ ഒരു കോളേജിന്റെ ഇച്ചിരി രാഷ്ട്രീയമൊക്കെ കാണിക്കുന്നു. അങ്ങനെ 2 എതിർ പാർട്ടികളെയൊക്കെ കമ്പൈൻ ചെയ്ത് അങ്ങനെയുള്ള കുറച്ചൊരു സെറ്റപ്പ് ഒക്കെ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു ജോണർ നിങ്ങൾക്കറിയാം, ഇതൊരു ഹൊറർ കോമഡി ജോണറാണ്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ, തമിഴ് സിനിമയിലൊക്കെ ആണെങ്കിൽ പട്ടി പോലെ ചവറ് പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജോണറാണ് ഈ ഹൊറർ കോമഡി എന്ന് പറയുന്നത്. ഓരോ നടന്മാരും അവരവരുടേതായിട്ടുള്ളൊരു 3-4 ഫ്രാഞ്ചൈസി ഒക്കെ വെച്ചിട്ട് ഇറക്കി വിടുന്ന സാധനമാണ് ഹൊറർ കോമഡി. പക്ഷെ മലയാളത്തിൽ അത്രത്തോളം അങ്ങോട്ട് ഹൊറർ കോമഡി സിനിമകൾ അങ്ങനെ വരാറില്ല. ഉണ്ട് നമ്മുടെ രോമാഞ്ചം, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് സിനിമകളുണ്ട് അങ്ങനെ ഹൊറർ കോമഡി ജോണറിൽ വന്നിരിക്കുന്നത്. പക്ഷേ തമിഴ് സിനിമ പോലല്ല. തമിഴ് സിനിമയിൽ കുറേയൊക്കെ വരുന്നെങ്കിലും ക്വാളിറ്റി ഉള്ള സിനിമകൾ കുറവാണ്. പക്ഷെ മലയാളത്തിൽ ഈ ഹൊറർ കോമഡി ജോണറിൽ വന്നിരിക്കുന്ന മിക്ക സിനിമകളും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിനിമകളാണ്. അപ്പൊ ആ ഒരു ജോണർ തന്നെ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമയാണ്. ഞാൻ വൈകുന്നേരം ഒരു 7:30 ഷോയ്ക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ ഫുള്ള് ഫാമിലി ആയിരുന്നു, കൂടുതലും ഫാമിലി ആയിരുന്നു സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ചെറിയ കോമഡികൾക്ക് പോലും നല്ലതായിട്ട് എൻജോയ് ചെയ്ത് ചിരിക്കുന്നത് കാണാൻ സാധിച്ചു. അപ്പൊ ആ കോമഡിയൊക്കെ അത്യാവശ്യം ആളുകളുടെ ഇടയിൽ വർക്ക് ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് നല്ല ചിരി വന്ന സീൻസ് എന്ന് പറയുന്നത് 2-3 സീൻസ് ഒക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു ആവറേജ്, കുഴപ്പമില്ല. നമുക്കിങ്ങനെ പൊട്ടിച്ചിരിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ കണ്ടിരുന്ന് ചിരിക്കാൻ, ചുമ്മാ ഫ്രീ ആയിട്ടിരുന്ന് ചിരിക്കാൻ പറ്റി അങ്ങനെ ഒരു. പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് അല്ല കേട്ടോ, കൂടെ ഇരുന്ന ആളുകളെല്ലാം നന്നായിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനർത്ഥം മെജോറിറ്റി ഓഫ് ആളുകൾക്ക് നന്നായിട്ട് കോമഡീസ് ഒക്കെ വർക്ക് ആവുന്നുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ഈ സിനിമയിൽ പ്രേതം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേതം ഉണ്ട്. തീർച്ചയായിട്ടും പ്രേതം തന്നെയാണ് ഇതിനകത്തൊരു ഹൊറർ എലമെന്റ് ആയിട്ട് വരുന്നത്. പക്ഷെ അത്രയും പേടിപ്പിക്കുന്ന ഹൊറർ ആയിട്ടുള്ള പ്രേതമൊന്നുമല്ല. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഞെട്ടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം കാണിക്കുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അല്ല പേടിക്കാനുള്ള അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചു പോരുത്. ഹൊറർ കോമഡി സിനിമകളിൽ തന്നെ നിങ്ങൾക്കറിയാം, അങ്ങനെ അത്രയും നമ്മളെ ഭയാനകമായിട്ട് പേടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രേതമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാറില്ല. നമ്മളെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള ഹൊറർ കോമഡികളായിരിക്കും കൂടുതൽ. അത്രയും ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് എവിടേക്കോ നമ്മുടെ കഴിഞ്ഞൊരു ഹോസ്റ്റൽ ലൈഫൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ആദ്യം കുറച്ച് സീനുകളൊക്കെ ആ ഒരു രീതിയിലുണ്ട്. കാരണം
ഈ ബർത്ത്ഡേ നമുക്ക് പേടിയാണ്, നമ്മൾ പോയി ഒളിച്ചിരിക്കും. കാരണം ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് കോളേജിൽ കാണിച്ചുകൊണ്ടിരുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദ്രോഹമാണ്. ആ രീതി ബർത്ത്ഡേ ആകുമ്പോഴേ ഒന്നെങ്കിൽ പുറത്ത് പറയില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പണ്ട് ഹോസ്റ്റലുകളിൽ. കാരണം അടിക്കുക, ഇടിക്കുക, ഊത്തുക, ഇങ്ങനെയൊക്കെയാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പൊ ആ ഒരു സാധനമൊക്കെ തുടക്കത്തിൽ ഇതിന്റെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു. പിന്നെ ഗണപതി കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള മലയാളിയായിട്ടാണ്. അപ്പം കണ്ണൂർ സ്ലാങ് ഒക്കെ നന്നായിട്ട് പിടിച്ച് ആ ഒരു മീറ്റർ പിടിച്ച് ഗണപതി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാഗർ സൂര്യ ചെയ്തിരിക്കുന്നത് പുണ്യാളൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പൊ ആ ഒരു സ്ലാങ് തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള സ്ലാങ് ആണ് തോന്നിയത്. ആ ഒരു സ്ലാങ് സംസാരിക്കുന്നതായിട്ടാണ് തോന്നിയത്. കൊച്ചിയിലാണ് ഇവരുടെ കോളേജും ഹോസ്റ്റലും വരുന്നത്. അപ്പോൾ ഒരു ദിവസം രാത്രി ഇവരെല്ലാം കൂടെ കൂടി ഒന്ന് വെള്ളം അടിച്ചതിന് ശേഷം പെട്ടെന്ന് ഗണപതിക്ക് ഒരു കോള് വരുന്നു. ഗണപതി ഇവന്മാരെ എല്ലാം വിളിക്കുന്ന ഇവരാരും എഴുന്നേക്കുന്നില്ല. അങ്ങനെ കിട്ടിയ ഒരു കോളേജിലുള്ള ഒരുത്തന്റെ ബൈക്കിന് പുറകെ കയറി ഗണപതി പോകുന്നു. സാഗർ സൂര്യ പുറകെ എണീറ്റ് വരുമ്പം ഗണപതിയെ കാണുന്നില്ല. അപ്പം അവനെ തപ്പി അവന്റെ നാട്ടിലേക്ക് പോകുന്നു. അവിടെ തൊട്ടാണ് മെയിൻ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ടോട്ടലി പറയുകയാണെങ്കിൽ വീക്കെൻഡിൽ നന്നായിട്ട് ഫാമിലി ആയിട്ടൊക്കെ പോയി കണ്ടിരുന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്ലാൻഡ് അല്ലാതെയാണ് ഞാൻ സിനിമ കണ്ടത്. ഞാൻ നല്ല ട്രാവലിംഗ് ആയിരുന്നു. രാവിലെ ട്രാവൽ ചെയ്ത് വന്ന് ആലപ്പുഴ എത്തി. ആ ഒരു സമയത്തൊക്കെ ഏകദേശം ആ ഒരു സമയത്ത് തന്നെ ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു, സിനിമ കയറി കണ്ടു. വീണ്ടും ട്രാവലിംഗ് ആണ്. അപ്പൊ ഉറക്കം തീരെ ശരിയായിട്ടില്ല. പ്ലീസ് എക്സ്ക്യൂസ് മൈ സ്ലീപ്പി ഐസ്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ ഒരു പ്രകമ്പനത്തിന്റെ എക്സ്പീരിയൻസ്. അത്യാവശ്യം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന, ഫാമിലി ആയിട്ട് പോയി കാണാവുന്ന ഒരു സിനിമയാണ്. പിന്നെ ലാൽ ജോസ് ഉണ്ടോ ഈ സിനിമയിൽ. ലാൽ ജോസിനകത്ത് ഫീമെയിൽ ലീഡിന്റെ ഫാദറായിട്ട് ഒരു 2 സീനിൽ വന്നു പോകുന്നുണ്ട്. പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ഓർമ്മയിൽ വന്ന ആളുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് തിയേറ്റർ എക്സ്പീരിയൻസ്.